ഹലോ ഗൈസ്, എല്ലാവരും ഹൈറ്റർ വ്ളോഗ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് വന്നേക്കുന്ന പാക്കിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലാണ്. അവിടെ ഇപ്പം സംക്രമ വാണിഭം നടക്കുന്നത്. അതായത് എല്ലാ കർക്കിടക മാസത്തിലും എല്ലാ വർഷത്തെ കർക്കിടക മാസത്തിലും ഉണ്ടാകുന്ന ഒരു സംക്രമമാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഒരു വീട്ടിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങളെല്ലാം കിട്ടും കേട്ടോ. കൂടുതലും കളിപ്പാട്ടം, പിന്നെന്തുവാ തടിയിൽ തീർത്ത സാധനങ്ങൾ, കല്ലിൽ തീർത്ത വസ്തുക്കൾ, പിന്നെ ആഭരണങ്ങൾ, അങ്ങനെ കുറേ സാധനങ്ങളാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. നമ്മളിന്ന് വന്നേക്കുന്ന ഏകദേശം ഒരു വൈകുന്നേരം ഒരു 7 മണിയൊക്കെ ആയപ്പോഴാണ് വന്നേക്കുന്നത്. വൈകുന്നേരം കുറേ വ്ലോഗുകൾ നമ്മൾ കാണാം, എല്ലാം പകലിടും. നമുക്കിപ്പോൾ രാത്രിയിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. ഇവിടെ ഇനി നമുക്ക് ഒരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ മൊത്തം നമുക്കിവിടെ മേടിക്കാൻ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഒരു സംക്രമ വാണിഭത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ മൊത്തം എടുത്തുകൊണ്ട് പോകാം. ശരിക്കും പറഞ്ഞാൽ ഇത് പഴമയുടെ ഒരു എന്താ പറയുക പ്രതീകമായിട്ട് തന്നെയാണ് കാണുന്നത്. പണ്ട് പാക്കനാർ ഇവിടെ മുറം വിൽക്കാൻ വന്നു, അങ്ങനെ ഒരു സങ്കല്പത്തിലാണ് ഇവിടെ ഇന്നും ഈ പാക്കിൽ സംക്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പം കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും പിന്നെ ഗേൾസിൻ്റെയൊക്കെ ആഭരണങ്ങളൊക്കെ ഒരു സെറ്റ് തന്നെ ഉണ്ട്, ഇഷ്ടം പോലെ കണ്ട്. വളകൾ, മാലകൾ, കമ്മൽ, ക്ലിപ്പ്, അങ്ങനെ അവരുടെ ആഭരണങ്ങളുടെ ഒത്തിരി കടകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേ എണ്ണം എടുത്തുകൊണ്ട് പോകും. അത് കുറച്ചൊന്നുമല്ല, ഇഷ്ടം പോലെ നിറച്ചും നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ കാണാം കേട്ടോ. മാലയൊക്കെ തൂക്കി ഇട്ടേക്കുന്നുണ്ടല്ലേ, എന്ത് രസമാണെന്ന് നോക്കി. ഇഷ്ടംപോലെ മാലകളൊക്കെ ഉണ്ട്. വന്നു കഴിഞ്ഞാൽ 100 രൂപ ഇവിടെ ടോയ്സ് കാണാൻ കേട്ടോ. ഇതുണ്ട് ഇതുപോലത്തെ കാറുകൾ. ഇത് മാത്രമല്ല, ഡൈകാസ്റ്റ് കാറുകളും ഉണ്ട് കേട്ടോ. ഇതുണ്ട് ഈ കാറ് കണ്ടല്ലേ, ഇതെല്ലാം മെറ്റൽ ഡൈകാസ്റ്റ് കാറുകളാണ്. ഡൈകാസ്റ്റ് കാറുകൾക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അതും 100 രൂപ തൊട്ട് സ്റ്റാർട്ടിങ്ങാണ് വരുന്നത്. കുറേ മോഡൽ വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഡൈകാസ്റ്റ് കാറിൻ്റെ മോഡലേ. ഇത് കണ്ടോ, ഈ ഇരിക്കുന്ന മൊത്തം മെറ്റലിലുള്ള കാറുകൾ കേട്ടോ. ഇവിടെ അങ്ങ് വരെ അത് മെറ്റൽ. ഡൈകാസ്റ്റ് കാർ മാത്രമല്ല, നമുക്ക് RC കാർ തൊട്ട് എല്ലാ സാധനവും, RC കാർ എല്ലാ സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. കണ്ടോ, എല്ലാം ടോയ്സ് അവിടെ ഇരിക്കുന്നത്. ഒരു കടയാണ്, മൊത്തം ഇഷ്ടം പോലെ കടകളുണ്ട്. ഞാൻ ജസ്റ്റ് ഒരു കടയിലെ വീഡിയോ ആയിട്ട് ഇങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. നമുക്ക് അതിനകത്തൊന്നും നമ്മളൊരു ഡൈകാസ്റ്റ് കാർ എടുത്ത് നോക്കി. ഫുൾ ബോഡി മെറ്റൽ വരുന്നതാണ്. ഡിഫൻഡറിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചത്. ഫുള്ള് ഇതിൻ്റെ ബാക്കും തുറക്കാൻ പറ്റുന്ന കേട്ടോ. കണ്ടോ, RC കാറൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ. പിന്നെ ഹോട്ട് വീൽസ് ഇവിടെ കാണാം. ഹോട്ട് വീൽസ് നമ്മൾ കുറച്ച് പീസൊക്കെ ഉണ്ട് ഹോട്ട് വീൽസിൻ്റെ കേട്ടോ. ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന മോഡലല്ലേ ഹോട്ട് വീൽസിൻ്റെ ഒക്കെ, അതും കാണാൻ പറ്റി. ഇരിക്കുന്ന എല്ലാം ഡൈകാസ്റ്റ് കാറുകളാട്ടോ, എല്ലാം മെറ്റൽ കാറുകളാട്ടോ ഇരിക്കുന്ന ഫുള്ള് മെറ്റൽ കാറുകളാണ്. ഇരിക്കുന്ന എല്ലാം 100 രൂപ 150 രൂപ സെക്ഷനായിരിക്കുന്ന ഫുള്ള് കേട്ടോ. ഇത് കണ്ടോ, ടോയ്സിൻ്റെ ഒക്കെ ഇഷ്ടം പോലെ ടോയ്സിൻ്റെ ഒരു കളക്ഷൻസ് എന്ന് തന്നെ പറയാം. ഇവിടെ വന്ന് നമുക്ക് എടുക്കുവാണെങ്കിൽ നമ്മൾ ടോയ്സ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പതിയെ പരിചയപ്പെടാം. ഇത് കണ്ടല്ലേ ഇരിക്കുന്നത്. നമ്മൾ ചില ടോയ്സൊക്കെ നമ്മൾ കയ്യിലെടുത്തൊന്ന് ജസ്റ്റ് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഇത് കണ്ട് ഇതുപോലെ ടോയ്സ് കാലും കൈയൊക്കെ നീട്ടാൻ പറ്റുന്ന ഇത്. പിന്നെന്തോ ഇത് കാറുകൾ, ചെറിയ കാറുകൾ, 50 രൂപ കാറുകളായിട്ട് വരുന്നത്, മെറ്റൽ കാറുകൾ. പിന്നെ ഇതുപോലത്തെ മീന്, ഇതുപോലെ പല ടോയ്സ് നമുക്ക് കാണാം വെറൈറ്റി ആയിട്ട്. ഇതുണ്ടല്ലോ ഇതുപോലത്തെ ടോയ്സുകൾ, ഇതുപോലെ സോഫ്റ്റ് ടോയ്സുകളൊക്കെ കുറേ എണ്ണം ഉണ്ട്. അതിൻ്റെ പല വെറൈറ്റി ഇരിപ്പുണ്ട്. താറാവുണ്ട്, കിളിയുണ്ട്, അങ്ങനെ പല വെറൈറ്റികളുണ്ട് കേട്ടോ. ഇതാണ് ഈ കടയിലെ ഓണർ. ഇവർ വർഷങ്ങളായിട്ട് ഇവിടെ പാക്കിൽ സംക്രമത്തിൽ വന്ന് കച്ചവടം നടത്തുന്ന കേട്ടോ. പിന്നെ ഇവിടുത്തെ ഇരുമ്പിൻ്റെ കുറച്ച് സാധനങ്ങൾ വിൽക്കുന്ന കടയിലോട്ട് വന്നാൽ ഇവിടെ കണ്ടില്ല കത്തികൾ. ഇതിൽ ഇരുമ്പിൻ്റെ സാധനങ്ങളൊക്കെ കൂടുതലും ഇവിടുന്ന്. ചീനിച്ചട്ടികൾ, ഉണ്ണിയപ്പച്ചട്ടികൾ, പിന്നെ കത്തി, തൂമ്പ, കോടാലി, ചട്ടുകം, അങ്ങനെ ഇരുമ്പിൻ്റെ കുറേ സാധനങ്ങൾ അവിടെ കാണുന്നത് കേട്ടോ. ഇതെല്ലാം പ്ലാസ്റ്റിക് കടകളാണ്, നമുക്ക് അങ്ങോട്ട് പരിചയപ്പെടുത്താം. ഇത് കണ്ടു, ഇതുപോലെ ഇഷ്ടംപോലെ കടകൾ. ഈ മൈതാനം ഫുള്ള് പല കടകളായിരിക്കും. പ്ലാസ്റ്റിക് കടകൾ വരുന്നത്, പ്ലാസ്റ്റിക്കും പിന്നെ അലൂമിനിയം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടകളാട്ടോ വരുന്നത്.
ഇവിടെ മൺപാത്രങ്ങൾ, അതുപോലെ മുറം ഇതുണ്ടല്ലോ, പഴയ രീതിയിലുള്ള മുറങ്ങൾ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് മുറങ്ങൾ, ഇതൊക്കെ മണ്ണിൻ്റെ തീർത്ത കാര്യങ്ങൾ. നമുക്ക് തവിയൊക്കെ ഉണ്ടല്ലേ, തവിയൊക്കെ നമുക്ക് പഴയ മോഡൽ തവികളൊക്കെയാണ് വരുന്നത് കേട്ടോ. ഇതൊക്കെ പണ്ട് കാലം മുതലേ പാരമ്പര്യമായിട്ട് ഇവിടെ വന്ന് സംക്രമത്തിൽ കച്ചവടം നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെ കേട്ടോ. അതുപോലെ ചെറിയ ചെറിയ ഭരണികൾ, വലിയ ഭരണികൾ, അങ്ങനെ കുറേ. പിന്നെ ഗ്രാമീണ ഉൽപ്പന്ന വിതരണ കേന്ദ്രങ്ങൾ ഇവിടെ ഉണ്ട്, സർക്കാരിൻ്റെ തന്നെ. പിന്നെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ ഒരു സ്ഥലമാണ്. പ്ലാസ്റ്റിക്കിൻ്റെ എല്ലാ സാധനങ്ങളും കിട്ടും. അതിൻ്റെ റേറ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. 3 കപ്പ് 50 രൂപ, 3 മുറം 100 രൂപ, അങ്ങനെ പല പല എഴുതി വെച്ചേക്കുന്നുണ്ടല്ലേ. അങ്ങനെ സംബന്ധം. പിന്നെ ചെരുപ്പുകൾ വരുന്നത്, ചെരുപ്പിൻ്റെ ഒരു സ്ഥലം ഇവിടെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം എല്ലാം സ്ലിപ്പർ തൊട്ട് എല്ലാ ചെരുപ്പുകളും ഇവിടെ കിട്ടും. പിന്നെ ലേഡീസ് ബാഗിൻ്റെ സ്ഥലത്ത് വരുമ്പോഴുണ്ടല്ലോ, ലേഡീസ് ബാഗുകൾ വിൽക്കുന്നുണ്ട്. ഒരു ചെറിയൊരു കടയാണ്, എന്നാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. 250, 300, 350 ആ റേഞ്ചൊക്കെയാണ് ഇവിടെ ലേഡീസ് ബാഗിന് റേറ്റ് വരുന്നത്. ഇതൊരു ഇരുമ്പ് കട കേട്ടോ. ഇവിടെ കുറേ നമുക്ക് തൂമ്പ, കോടാലി, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് കാണുന്നത് കേട്ടോ. ചിരവ, തൂമ്പ, കോടാലി, പിന്നെ അതുപോലെ തന്നെ തേങ്ങ പൊതിക്കുന്ന സാധനമില്ലേ, ആ സാധനങ്ങൾ, അങ്ങനെ കുറച്ച് ആയുധങ്ങളായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങളൊക്കെ ഇതിലെല്ലാം വരുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു തടിയുടെ ഒരു പറ കാണാം നമുക്ക് അവിടെ ഇരിക്കുന്നത്. ഇതല്ല കോടാലിയൊക്കെ വിൽക്കാൻ പറ്റുന്നത്. പിന്നെ ഇവിടെ ചട്ടികൾ, അതായത് സ്പാനുകൾ, ചീനച്ചട്ടികൾ, അങ്ങനെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇരുമ്പിൻ്റെ തന്നെ കടകളാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. ഇതൊക്കെ വന്ന് കാണാനുള്ള, ഇതൊക്കെ പാരമ്പര്യമായിട്ട് ഇവർ തന്നെ ഇവരുടെ മുത്തച്ഛൻ്റെ കാലം തൊട്ടൊക്കെ തന്നെ ഇങ്ങനെ പാരമ്പര്യമായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ആൾക്കാരാട്ടോ ഇവിടെ. പിന്നെ ഇവിടെ സ്റ്റീലിന് തന്നെ ഒരു കടകളുണ്ട് കേട്ടോ. അവിടെ നിന്ന് അപ്പം രേഷ്മ കുറച്ച് സാധനങ്ങളൊക്കെ സെലക്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റീലിൻ്റെ തന്നെ കടകളാട്ടോ ഇങ്ങനെ വരുന്നത്. നമുക്ക് ഇവിടെ വന്ന എല്ലാ കടകളും, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഒരു വീട്ടിലേക്ക് വേണ്ടിയുള്ള സാധനങ്ങൾ മൊത്തം മേടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വാണിഭ സ്ഥലമാട്ടോ ഇവിടെ. സ്റ്റീലിൻ്റെ സാധനങ്ങൾ മൊത്തം വിൽക്കുന്നൊരു കട. ഇവിടെ കൂടുതലും കച്ചവടത്തിനായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ, അതായത് കുറേ കാലങ്ങളായിട്ട്, വർഷങ്ങളായിട്ട് ഇവിടെ കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് വരുന്നത് കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും നല്ല പ്രായമായിട്ടുള്ള ആൾക്കാരായിരിക്കും കച്ചവടത്തിനായിട്ട് ഇവിടെ കൂടുതലായിട്ടും കണ്ടുവരുന്നത്. നമുക്ക് കടകളിലെല്ലാം കാണുന്ന ഓൾമോസ്റ്റ് എല്ലാവരും കുറച്ച് പ്രായമായ ആൾക്കാരായിരിക്കും. അവർ പണ്ട് കാലം മുതലേ ഇവിടെ കച്ചവടങ്ങൾ നടത്തിക്കൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. പിന്നെ രാത്രിയിൽ ഇതുപോലെ കച്ചവടത്തിന് നമ്മൾ ഇതുപോലൊക്കെ ഇറങ്ങി തിരിച്ചപ്പോൾ വേറൊരു അനുഭവം തന്നെയായിരുന്നു. നമുക്ക് ഫാമിലിയായിട്ട് ഇതുപോലെ രാത്രി ഇറങ്ങി തിരിച്ച് ഇതെല്ലാം കാണാൻ നിന്നപ്പം ഭയങ്കര ഒരു അനുഭൂതി തന്നെയായിരുന്നു കേട്ടോ. വലിയ തിരക്കൊന്നുമില്ല, നമുക്ക് ഇഷ്ടംപോലെ സമയം എടുത്ത് നമുക്ക് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോകാം കേട്ടോ. വെയിറ്റിൽ വിലക്കുറവ് എന്ന് പറയാൻ പറ്റത്തില്ല, എന്നാലും നമുക്കൊരു വീട്ടിലേക്കുള്ള സാധനങ്ങൾ മൊത്തം ഇവിടെ നമുക്ക് മേടിച്ചുകൊണ്ട് പോകാം എന്ന് പറയാൻ പറ്റുള്ളൂ. ഇവിടെയൊക്കെ മൺചട്ടി വിൽക്കുന്ന
സ്ഥലങ്ങളാട്ടോ. അപ്പോൾ നമുക്കൊരു മൺചട്ടി മേടിക്കാനുണ്ടായിരുന്നു. 100 രൂപ തൊട്ട് ഇവിടെ മൺചട്ടികളൊക്കെ സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ. ഇദ്ദേഹമാണ് ഇവിടെ മൺചട്ടി വിൽക്കുന്നത് കേട്ടോ. ഇവരും വർഷങ്ങളായിട്ട് ഇവിടെ സംക്രമ വാണിഭത്തിൽ വന്ന് മൺചട്ടികളും മൺപാത്രങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ്. ഇത് കണ്ടോ, നമുക്ക് എല്ലാ സൈസിലുള്ള മൺപാത്രങ്ങൾ, പിന്നെ കല്ല്, നമ്മുടെ പാറക്കല്ലിൽ തീർത്ത കുറച്ച് ഇടിക്കുന്ന സാധനങ്ങളില്ലേ, അതൊക്കെ വിൽക്കുന്നുണ്ട്. പിന്നെ പഴയ മുറങ്ങൾ, പഴയ രീതിയിലുള്ള മറ്റേ മെഴുകുന്ന മുറങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്, അമ്മ ഇവിടെ നമുക്ക് പഴയ ചട്ടി നോക്കി എടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് ഇവിടെ നിന്ന് ചെക്ക് ചെയ്ത് നമുക്ക് എടുത്തിട്ട് പോകാം. നമ്മൾ ചട്ടി എടുത്ത് ചട്ടിക്ക് 150 രൂപയാണ് റേറ്റ് വന്നത് കേട്ടോ അതിന്. പല രീതിയിലുള്ള ഭരണികൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ചെറിയ തൊട്ട് നല്ല രീതിയിലുള്ള ഭരണികൾ, പിന്നെ ഓരോ വർക്കുകളൊക്കെ ചെയ്ത ഭരണികൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. കലങ്ങളുണ്ട്, മൺകലങ്ങൾ ഇഷ്ടംപോലെ, മൺകൂജകൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. നമ്മളിതുപോലെ തന്നെ ഈ വൈകിട്ട് ഇതുപോലെ സാധനങ്ങളൊക്കെ നോക്കി കണ്ടിങ്ങനെ ഇതിൻ്റെ ഇടയ്ക്ക് കൂടി നടക്കുകയാണ്. ഇത് വേറൊരു ഇരുമ്പിൻ്റെ കടയാണ് വരുന്നത് കേട്ടോ. ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ നേരത്തെ പരിചയപ്പെടുത്തിയ പോലെ തന്നെ ഇരുമ്പിൻ്റെ സാധനങ്ങൾ, ആയുധങ്ങൾ, കത്തികൾ, കോടാലി, തൂമ്പ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഇരുമ്പുമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങൾ മൊത്തം ഇവിടെ കിട്ടും. നമ്മളിവിടെ വന്നപ്പം വേറൊരു മൺചട്ടി വിൽപ്പനക്കാരനെ കണ്ടു കേട്ടോ. ഇദ്ദേഹവും ഇവിടെ പഴയതാണ് തൊട്ട്, അതിൽ പണ്ട് കാലം മുതലേ ഇവിടെ മൺചട്ടികൾ വിൽക്കുന്ന ആൾക്കാരാണ്. ഇത് മൺചട്ടി തന്നെ എത്രയോ എണ്ണ നിരത്തി വെച്ചേക്ക് നോക്കിയാൽ നിങ്ങൾ, എല്ലാ ഇഷ്ടംപോലെ സാധനങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ സെയിം റേറ്റ് തന്നെ കേട്ടോ, 100 തൊട്ട് സ്റ്റാർട്ടിങ് വരുന്ന കേട്ടോ. ഇവിടെയും കാണാം കൊട്ടകളും മുറകളും എല്ലാം. ഇവിടെയും കാണാം നമുക്ക് കുറേ ആയുധങ്ങളൊക്കെ വിൽക്കുന്ന കടകൾ കേട്ടോ. ഈ പുള്ളിയുടെ അച്ഛൻ്റെ കാലം തൊട്ട് തന്നെ ഇവർ കച്ചവടം നടത്തിക്കൊണ്ടിരുന്നതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവർ സ്ഥിരം അന്ന് മുതലും ഇന്ന് വരെ ഇതുപോലെ ഇരുമ്പിൻ്റെ ആയുധങ്ങളാണ് ഇവർ ഈ സംക്രമത്തിൽ വന്ന് വിൽക്കുന്നത്. നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് കൂടി ഇങ്ങനെ അദ്വി, ഞാനും അമ്മയും രേഷ്മയും രവിയും കൂടി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ അലൂമിനിയം പാത്ര കച്ചവടക്കാരനെ കണ്ടു. അലൂമിനിയം ഇവിടെ ഓൾമോസ്റ്റ് അലൂമിനിയം ഓട് അങ്ങനെ സാധനങ്ങളായിരുന്നു വിൽക്കുന്നത് കേട്ടോ. ഇവരെയൊക്കെ നിങ്ങൾ കണ്ടില്ലേ, പഴയ ആൾക്കാരാണ്, പ്രായം ചെന്ന ആൾക്കാരാണ്. അവരൊക്കെ പണ്ട് മുതലേ വിൽപ്പന നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാരാണ് കേട്ടോ. നമുക്കൊരു ചെറിയ രീതിയിലുള്ളൊക്കെ ബാർഗെയിനിങ് ഒക്കെ നടക്കും. എന്നാലും ഇവരുടെ ഒരു കച്ചവടത്തിന് വേണ്ടി വന്നേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അവർ പറയുന്ന രീതിയിൽ പൈസ കൊടുത്ത് നമുക്ക് സാധനങ്ങൾ മേടിക്കാം. ഇത് കണ്ട് വിളക്കുകൾ, ഇഷ്ടംപോലെ വിളക്കുകളൊക്കെ ഉണ്ട്. നമ്മളിന്ന് രാത്രിയിലാണ്, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വീഡിയോ ക്ലാരിറ്റി കുറവ് നിങ്ങൾക്ക് ഇവിടെ അനുഭവപ്പെടാൻ കേട്ടോ. ഇനി ഇതുപോലെ കൃഷ്ണന്, ഗണപതി, അങ്ങനെ പല പല രൂപങ്ങളൊക്കെ നമുക്കിവിടെ കാണാം കേട്ടോ. നമ്മുടെ സംസാരിക്കാൻ ഒരു മടി, എന്നിട്ട് നമ്മളിങ്ങനെ ഇടയ്ക്കൂടി ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, നമ്മളെ ഷൂട്ട് ചെയ്യുന്ന കണ്ടപ്പോൾ അവൻ്റെ ചിരിയിരിക്കുന്നുണ്ട്. കണ്ട അവന് നാളെ വരുന്നത്. നമ്മളിത് അടുത്തൊരു സ്ഥലത്തോട്ട് വന്നു. ഇവിടെ പ്ലാസ്റ്റിക്കിൻ്റെ സാധനങ്ങൾ മാത്രം, പ്ലാസ്റ്റിക്കിൻ്റെ കടകളാട്ടോ. ഇവിടെ നമുക്ക് 10 രൂപ തൊട്ട് കിട്ടും. 3 ബഗ് 50 രൂപ, 5 ഗ്ലാസ്, 5 ചെടിച്ചട്ടി 100 രൂപ, അങ്ങനെ പല പല ഓഫറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഇവിടെ എല്ലാ കടയിലും UP എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേട്ടോ. ഇവിടെ വന്ന് നമുക്ക് അങ്ങനെ ഓഫറിൽ വെക്കുന്ന സാധനങ്ങൾ അങ്ങനെയും മേടിക്കാൻ പറ്റും. രേഷ്മ എടുത്തേക്കുന്ന സാധനത്തിന് 10 രൂപ റേറ്റ് വരുന്നുള്ളൂ. അങ്ങനെ നമുക്കെല്ലാം ഇങ്ങനെ വിലയൊക്കെ ചോദിച്ചെടുക്കാം. പിന്നെ ചെടിച്ചട്ടികൾ വിൽക്കുന്ന ഒരു സ്ഥലങ്ങൾ കണ്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ചെടിച്ചട്ടികളാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം വിൽക്കുന്നത്.
കണ്ടോ അന്തു ഇങ്ങനെ ഇടയ്ക്കൂടി ഇങ്ങനെ ചാടി ചാടിയൊക്കെ നടക്കുന്നുണ്ട്. അവന് ഇതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ആകാംക്ഷ. അവനും ഇതുപോലെ ഇത് എന്താ പറയുന്നത്, രാത്രിയിൽ ഈ ഒരു ഇങ്ങനെ ഷോപ്പിങ്ങിൻ്റെ ഇടയ്ക്ക് അതും മൈതാനത്തിലൂടെ നമ്മളിങ്ങനെ സാധനങ്ങളൊക്കെ വില ചോദിച്ച് നടക്കുമ്പോൾ നമുക്കൊരു സുഖം. ഇവിടെ ഒരു ഉണ്ണിയപ്പക്കട ഉണ്ട് കേട്ടോ, ഉണ്ണിയപ്പക്കട. നമുക്കപ്പോൾ ഉണ്ണിയപ്പം ഒരെണ്ണം മേടിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. 10 എണ്ണത്തിന് 50 രൂപ റേറ്റ് വരുന്നുള്ളൂ. ഈ അപ്പച്ചൻ അതിൻ്റെ ഇവിടെ ഇരുന്ന് ഉണ്ണിയപ്പം വിൽക്കുന്ന കേട്ടോ. നല്ല സ്വാദുള്ള ഉണ്ണിയപ്പം നമ്മളും മേടിച്ച് കഴിച്ചു കേട്ടോ. ഇതുണ്ടല്ലോ ഇതുപോലത്തെ ഉണ്ണിയപ്പങ്ങൾ കണ്ടോ, 10 എണ്ണത്തിന് 50 രൂപ റേറ്റ് വരുന്നുള്ളത്. ഇനി ഇവിടെ കടല വിൽക്കുന്ന ആൾക്കാർ, ഇവരും ഇവിടെ പാരമ്പര്യമായിട്ട് പണ്ട് തൊട്ടേ കടല വിൽക്കുന്ന ആൾക്കാരാട്ടോ. കണ്ടില്ലേ, നമ്മൾ അവിടെ നിന്നും കുറച്ച് കടലകളൊക്കെ എല്ലാവരും മേടിച്ച് ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇവരുടെ നിന്ന് മേടിക്കുക. ഇതുപോലത്തെ ഓരോ വർഷങ്ങളിലൊക്കെ നടക്കുന്ന ഓരോ സംക്രമത്തിലാണ് ഇവരുടെ കച്ചവടങ്ങളൊക്കെ കൂടുതൽ നടക്കുന്നത്. ഉണ്ണിയപ്പം എല്ലാം ആയിട്ട് നമ്മളിവിടെ അമ്പലത്തിൻ്റെ ആൽത്തറയിൽ വന്നിരുന്ന് രാത്രിയിൽ ഇപ്പോൾ ഒരു 8:30 കഴിഞ്ഞു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ അതിനെ കടല കഴിക്കുന്നുണ്ട്. കടല ഉണ്ണിയപ്പം കഴിച്ച് അതൊക്കെ ഒരു വേറൊരു വൈബാണ്. നമുക്ക് വേറൊരു സ്ഥലത്ത് കിട്ടാത്ത ഒരു ശാന്തിയും സമാധാനം, വേറൊരു വൈബാണ് നമുക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുമ്പോൾ ഇവിടെ കിട്ടും. നമ്മുടെ ആൽമരത്തിൻ്റെ ബാക്കിലെ അമ്പലത്തിൻ്റെ ആൽമരത്തിലാണ് അപ്പോൾ നമ്മൾ ഇരിക്കുന്നത്, ആൽമരത്തിൻ്റെ തറയിൽ. ആദ്യമായിട്ട് കേട്ടോ ഇതുപോലെ തിരക്കൊന്നും ഇല്ലാത്ത ഒരു സ്ഥലത്ത് വന്ന് ഇങ്ങനെ ഇരുന്ന് സമാധാനത്തോടെ ഇരിക്കുന്നതൊക്കെ കേട്ടോ. ഡൽഹിയിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് ഒരു സ്ഥലത്ത് വെളിയിൽ പോയി നിൽക്കാൻ പറ്റില്ല. വെളിയിലുണ്ടെങ്കിൽ അവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് അവനിവിടെ നിന്ന് ഓരോ കടലകളൊക്കെ തിന്ന് അവനും ഒരു ആസ്വാദനമാണിത്. കണ്ടോ, നമ്മൾ കടലെടുത്ത് അവൻ ബഹളം ഉണ്ടാക്കുന്നുണ്ടോ. അവനിതൊക്കെ ഭയങ്കര ഒരു എൻജോയ്മെൻ്റ് ആയിട്ടാണ് നമ്മൾ കണ്ടത് കേട്ടോ. ഇനി ഇങ്ങോട്ട് പോകുന്ന വഴി നമുക്ക് ചെറിയൊരു കട കണ്ടു കേട്ടോ, ടോയ് കട. ഇവിടെ നമ്മളൊരു സംഭവം കണ്ട്, പണ്ടത്തെ മോട്ടർ, നമ്മളിങ്ങനെ പണ്ടത്തെ തിരി എത്തിക്കുമ്പോൾ ഓടുന്ന മോട്ടർ. ഇതൊക്കെ നമ്മളെ കുട്ടിക്കാലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാന്ന് തന്നെ പറയാം. ഇതൊക്കെ കാണുമ്പോൾ പണ്ടൊക്കെ എന്തോരം ഇതിനു വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്, എന്തോരം മേടിച്ച് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ അങ്ങോട്ട് പോയപ്പോൾ ഒരു ബജ്ജിക്കട ഉണ്ട്. അപ്പം ബജ്ജിക്കടയിൽ നിന്ന് നമ്മൾ കുറച്ച് ബജ്ജിയും കൂടി കഴിച്ചേക്കാൻ നിർത്തു. അവിടെ ഇന്ന് ബജ്ജിയും കൂടി കഴിച്ചു, വയറൊക്കെ നിറച്ച് സന്തോഷമായി, മനസ്സും വയറും എല്ലാം സന്തോഷമായി. അപ്പം നമ്മൾ പതിയെ വീട്ടിലേക്ക് പോകട്ടോ. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എന്തെങ്കിലും കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, എല്ലാവർക്കും ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പം ഇതുപോലൊരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.